കുറേ ദിവസങ്ങൾക്ക് ശേഷം ധ്രുവൂട്ടനെ ഇന്ന് തൊട്ട് വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയുടെ മേത്ത് ചെറിയ രീതിയിൽ ഞാൻ തരിതരാന്നുള്ള കുരുക്കളുണ്ടല്ലോ ചുവപ്പ് കളറിലെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മണൽ വാരിട ഐസ് വാരിട എന്നൊക്കെ പറയും. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയ്ക്ക് കുളിപ്പിക്കാറില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് അവന് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ നിന്നിട്ട് മെഴുക്കൊക്കെ മുഖത്തും തലയിലൊക്കെ നന്നായി തേച്ചിട്ടുണ്ട്. ഇനി കുളിക്കണം. അപ്പോൾ ഉണ്ണീനെ അവിടെ അമ്മ കുളിപ്പിക്കാനും മസാജിങ്ങിലും ാണ്. അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ നിന്നിട്ട് വേഗം വെളിച്ചെണ്ണയൊക്കെ തേച്ച് ആ പ്ലേറ്റൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഉണ്ണീനെ അമ്മ കുളിപ്പിച്ച് ക്രീമൊക്കെ തേച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവന് ഇനി പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാം കേട്ടോ. അപ്പോൾ വന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനിത് പാലൊക്കെ കൊടുത്ത് ഞാൻ തട്ടിയോണ്ട് നിൽക്കണം കേട്ടോ. ഗ്യാസ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നും രാവിലെ എണീറ്റപ്പോൾ നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതേ ഇവിടെ വന്നിക്കണം എന്ന് വെച്ചാൽ അവിടെ അമ്മ തട്ടിക്കൊടയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. അത് കാരണം ഞങ്ങളിതേ ഹോളിലാണ് കേട്ടോ വന്ന് നിൽക്കണത്. അപ്പോൾ പുതിയ ബെഡ്ഷീറ്റാണെന്ന് പറഞ്ഞത്, പുതിയതല്ല, അതായത് നമ്മൾ കഴുകിയിട്ടിട്ട് പുതിയതെന്ന് പറയുമല്ലോ, അങ്ങനെ പുതിയ ബെഡ്ഷീറ്റാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. നല്ല ബെഡ്ഷീറ്റാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അതുപോലെ തന്നെ 4 സൈഡിൽ നമ്മുടെ ഇത് അലാസ്റ്റിക് വരുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. 3D ടൈപ്പാണ് കേട്ടോ ബെഡ്ഷീറ്റ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ ബെഡിലിട്ട് തന്നെ കാണാനും അതേപോലെ തന്നെ കെടുക്കാനും നല്ല സുഖമാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതായതുകൊണ്ടാണ് കേട്ടോ നല്ലതെന്ന് തന്നെ പറയണത്. അപ്പോൾ ഉണ്ണിയുടെ ഡ്രൈ ഷീറ്റും വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ ടവലുണ്ടല്ലോ അതും വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണി നന്നായി ഉറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി പാല് കുടിച്ച് കഴിഞ്ഞാൽ രാവിലെ അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ കയ്യിലിരുന്ന് നന്നായി ഉറങ്ങി. അപ്പോൾ അവനതേ കെടുത്താനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇന്ന് വെളിച്ചെണ്ണ തേച്ച് കുളിച്ച ദിവസം കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നന്നായി ഉറങ്ങുമെന്ന് അറിയായിരുന്നു. അങ്ങനത്തെ അവനെ ബെഡിൽ കെടുത്തിയിട്ടുണ്ട്. അമ്മ അപ്പുറത്ത് നിന്നിട്ട് തലവണ കവറൊക്കെ ഇടുന്നുണ്ട് കേട്ടോ മാറ്റിയിട്ട്. അപ്പോൾ 2 തലവണ കവറും ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പത്തിലുള്ള കവർ തന്നെയാണ് കേട്ടോ. 600-ഓ 500-ഓ ആണ് റേറ്റ് വരുന്നുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ. ഇതിൻ്റെ തന്നെ ഒരു 3-4 കളർ ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല, കളർ ഡിസൈൻസും ചെറിയ രീതിക്ക് വ്യത്യാസമൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ റൂമിൽ ഇടുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, റൂമിന് ചേഞ്ച് ആയ പോലെ തോന്നുന്നത് കണ്ടില്ലേ. ഇങ്ങനെ ഒരു 3D ഒരു സ്റ്റൈലാണ് കേട്ടോ അതിനുള്ളത്. അപ്പോൾ ഉണ്ണിനെ ഉറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കാനാണ് ഇരിക്കുന്നത്. നൂലപ്പവും പാലാണ് കേട്ടോ. അപ്പോൾ അയ്യന്തോളായിരിക്കുന്ന സമയത്ത് ദോശയും മസാലക്കറി ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂലപ്പവും പാലാണ് കേട്ടോ നമ്മുടെ ദേശീയ ഭക്ഷണം രാവിലത്തെ എന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ നല്ല ഇഷ്ടമാണ് കേട്ടോ നൂലപ്പവും പാലായാലും അത് തന്നെ. മസാലക്കറിയും ദോശയാണ് രണ്ടും എനിക്കിഷ്ടമുള്ള 2 ബ്രേക്ക്ഫാസ്റ്റുകളാണ്. അതേപോലെ തന്നെയാണ് പുട്ടും. അപ്പോൾ ഇനി ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ അമ്മ ഇവിടെ കറിയൊക്കെ വെക്കുന്ന തിരക്കിലാണ്. ചോറൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്, ഇനി കറി മാത്രം ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ രാവിലെ എണീക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇത് എന്നും രാവിലെ മഴയാകുമ്പോൾ വലിയ ഇത്ര രസമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ടു നിന്നതേ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഉടുപ്പ് തപ്പിയിട്ടാണ് വന്നത്. അപ്പോൾ മുകളിൽ നിന്ന് അമ്മ ഡ്രസ്സോട് കൊടുന്ന് ഇട്ട കൂട്ടത്തിലായിരുന്നു എൻ്റെ ഉടുപ്പ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഉടുപ്പും എടുത്ത് ഞാൻ കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അമ്മ എനിക്ക് ചൂടുവെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് തരുന്നുണ്ട് കേട്ടോ ബക്കറ്റിൽ. ഇപ്പോൾ നമുക്ക് ബക്കറ്റ് എടുത്ത് പൊന്തിക്കാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റില്ലല്ലോ, റെസ്റ്റിലാണല്ലോ. അത് കാരണം അമ്മയാണ് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് തരാം. അല്ലെങ്കിൽ അച്ഛനുണ്ടെങ്കിൽ അച്ഛനും കൊണ്ടുവന്ന് വെച്ച് തരും കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിക്കാൻ കയറിയപ്പോൾ തന്നെ കറണ്ട് പോയി. നല്ല മഴയുണ്ട്. അതേപോലെ നല്ല ഇടിവെട്ടാണ് കേട്ടോ. പകലാണിപ്പോൾ ഇടിയൊക്കെ വെട്ടിയൊടിക്കുന്നത്. അത് ചില്ലറ ഇടിവെട്ടല്ല. അതെല്ലാം കറണ്ട് പോയി ട്രിപ്പായിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കറണ്ടിനെ. എൻ്റെ കുളി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു തൃശ്ശൂർക്ക് പോകാനായിട്ട് കേട്ടോ. അതിനായിരുന്നു എന്നോട് വേഗം കുളിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അച്ഛനും എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും കൂടിയിട്ട് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ പോണില്ല, അമ്മ മാത്രമാണ് പോണത്. അച്ഛൻ നേരെ കടയിലേക്ക് ആവും. അപ്പോൾ അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്താണെന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അമ്മേരെ വണ്ടിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും അങ്ങ് നനഞ്ഞ് കുളിക്കും. അത് തന്നെ പിന്നെ അച്ഛൻ്റെ കൂടെ പോകാമെന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കരണ്ടും പോയിട്ടോ. അതിൻ്റെ പിന്നാലെ ധ്രുവൂട്ടൻ എണീക്കുകയും ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. പക്ഷേ അവൻ്റെ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊരു കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു കുറച്ച് നേരത്തേക്ക്. അങ്ങനെ ഒരു 1 മണിയൊക്കെ ആവാറായപ്പോൾ അവർ വന്നിട്ടുണ്ട്. കൂടുതൽ അച്ചും വന്നിട്ടുണ്ട് കേട്ടോ. അവളിന്ന് ലീവായിരുന്നു. അവൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. കറണ്ട് ഇങ്ങനെ വരലും പോലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണി ചെറുതായിട്ടൊന്ന് ഇടച്ചിലായപ്പോൾ അമ്മച്ചമ്മ എടുത്തിരിക്കുകയാണ് കേട്ടോ ഉണ്ണീനെ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ 3 കൂടി കഴിക്കാനായിട്ടിരിക്കുകയാണ്. അച്ഛൻ കഴിച്ച് നേരെ കടയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ
ചെറിയൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. നമ്മെ അട തിന്നാനായിട്ട് തോന്നും. അതും ശർക്കര ഇങ്ങനെ ഒലിച്ച് വരുന്ന രീതിക്കുള്ള അട ഉണ്ടല്ലോ, ചുട്ടട അത് എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരം ഞാൻ ഉറങ്ങി എണീക്കുമ്പോൾ ഇതേ അട റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഉണ്ണീനെയും കുളിപ്പിച്ച് അമ്മ നെക്സ്റ്റ് ബെഡിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ വെച്ചാൽ കൊതൊന്നും കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, മഴയൊക്കെ അല്ലേ, നമ്മുടെ അവിടെ കൊതു ഇല്ല, എന്നാലും ഇനി 1-2 കൊതു വന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ബെഡിലാണ് വൈകുന്നേരം അവനെ കുളിപ്പിച്ചിട്ട് കെടുത്താറ് കേട്ടോ. അപ്പോൾ അതേ കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ എനിക്കത് ഒലിച്ചിറങ്ങണ അടന്നെ അമ്മ എനിക്ക് നോക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പോയിരുന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസങ്ങളിൽ മാക്സിമം ഞാൻ ലോങ് വീഡിയോസ് ഇടാനായിട്ട് നോക്കാം. ഒരു വീക്കിലി ഒരു 3-4 ലോങ് വീഡിയോസ് ഇടാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ.